എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങളിൽ അതീവ ജാഗ്രതയോടെയാണ് ഇറാനും തിരിച്ചടിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം മലയാളികളടക്കമുള്ള ഇടങ്ങളിലേക്ക് തിരിച്ചടി വരുന്നുണ്ട്. അതിൻ്റെ ആശങ്ക പല രീതിയിലും ലോകരാജ്യങ്ങളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. അജയ് സുധാബിച്ചു ചേരുന്നുണ്ട്. അജയ്, എങ്ങനെയാണ് അയത്തുള്ള ഖമൈനിയെ വധിച്ചത് എന്ന ചോദ്യത്തിന് അമേരിക്കയും ഇസ്രയേലിൻ്റെയും സംയുക്ത സൈനിക നീക്കം തന്നെയാണ്. 30 ബോംബുകൾ ഞങ്ങൾ കൊട്ടാരത്തിന് സമീപത്ത് വർഷിച്ചു എന്ന കാര്യം അവർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതുമുണ്ട്. എങ്ങനെയായിരുന്നു ഈ ആക്ഷൻ പ്ലാൻ? ഇന്നലെ ഉച്ച മുതൽ തന്നെ ഏതാണ്ട് ഇന്ത്യൻ സമയം ഇന്നലെ ഉച്ച മുതൽ തന്നെ ശക്തമായിട്ടുള്ള ആക്രമണം US-ഉം ഇസ്രായേലും ഇറാനും ഉള്ളിൽ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവർ പ്രധാനമായിട്ടും ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഇറാനിലെ ഔദ്യോഗികമായിട്ടുള്ള പദവി അലങ്കരിക്കുന്ന നേതാക്കളെ വധിക്കുക എന്നുള്ളതാണ്. ഇറാന്റെ പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വാർത്തകൾ അത് ഇന്നലെ പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഇറാന്റെ പല നേതാക്കളും ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡറായിട്ടുള്ള മുഹമ്മദ് പക്വർ കൊല്ലപ്പെടുന്നു. പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ആമിർ നാസിർസാദെ കൊല്ലപ്പെടുന്നു. അതുപോലെ തന്നെ മുൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡറായിട്ടുള്ള അലി ഷംഖാനി കൊല്ലപ്പെടുന്നു. അങ്ങനെ ഈ പല പ്രമുഖ നേതാക്കളും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഇറാനുള്ളിൽ ഉണ്ടാകുന്നു. അതിനുശേഷം ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയെ ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രായേലിന്റെയും US-ന്റെയും ആക്രമണം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ആയത്തുള്ള അലി ഖമനയുടെ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, ആയത്തുള്ള അലി ഖമനയുടെ കൊട്ടാരം തകർക്കുന്ന രീതിയിൽ വലിയൊരു ആക്രമണം നടക്കുന്നു. അതിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അത് വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചിരുന്നു. അതിനുശേഷം ഒരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ് ആദ്യം പുറത്തു വരുന്നത്. ഇസ്രായേലിലെ ചാനൽ 12 എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് ആദ്യം ആയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വിവരം പുറത്തുവിടുന്നത്. അതിനുശേഷം ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി ഈ വിവരം സ്ഥിരീകരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. ആയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നു. പിന്നീട് ഏതാനും മിനിറ്റുകൾ ഇടപെട്ട് തന്നെ ട്രംപും ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ പറയുന്നു. ഔദ്യോഗികമായി ഒരു നേതാവ് തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് ട്രംപാണ്. ട്രംപ് പറഞ്ഞു ആയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെട്ടു. അതായത് ലോകത്തുള്ള ഈ ജനതയ്ക്ക് വലിയൊരു ആശ്വാസകരമാണ്. ലോകത്തെ ഏറ്റവും നീചനായിട്ടുള്ള നേതാക്കളിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഇത് ഇറാനിലെയും അമേരിക്കയിലെയും ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്, നിങ്ങൾക്ക് ആയുധം വെച്ച് കീഴടങ്ങാൻ ഇതാണ് പറ്റിയ അവസരം. ഉടൻ കീഴടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ കീഴടങ്ങുക, അല്ലെങ്കിൽ എല്ലാവർക്കും മരണമായിരിക്കും വരാൻ പോകുന്നത് എന്ന് ട്രംപ് തൻ്റെ ട്രൂ സോഷ്യൽ അക്കൗണ്ട് വഴി പറഞ്ഞു. എന്നാൽ അപ്പോഴൊന്നും തന്നെ ഇറാൻ തങ്ങളുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം സ്ഥിരീകരിക്കാൻ തയ്യാറായില്ല. പകരം ആയത്തുള്ള അലി ഖമനയുടെ പേരിലുള്ള പല എക്സ് ഹാൻഡിലുകളിലും താൻ ജീവനോടെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയായിരുന്നു. അതുപോലെ തന്നെ ഇറാനിലുള്ള ഒരു ദേശീയ മാധ്യമം അവർ ആയത്തുള്ള അലി ഖമനൈ ജീവനോടെ ഉണ്ട്, അദ്ദേഹം ഉടൻ മാധ്യമങ്ങളെ കാണും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ട്രംപ് ഈ വിവരം സ്ഥിരീകരിച്ച് ഏതാണ്ട് 5 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് ഇറാൻ ഔദ്യോഗികമായി തന്നെ ആയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ട്രംപ് ഈ വിവരം പുറത്തുവിട്ട് 5 മണിക്കൂറുകൾക്ക് ശേഷം മാത്രം. അതിനു മുൻപേ തന്നെ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നതെന്ന് പറഞ്ഞാൽ ആയത്തുള്ള അലി ഖമനയുടെ മകളും മരുമകനും കൊച്ചുമകനും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളെല്ലാം വന്നിരുന്നു. അത് ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതാണ്. അതിനുശേഷമാണ് ആയത്തുള്ള അലി ഖമനയുടെ മരണം ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. അത് മാത്രമല്ല, ഇറാൻ ഒരു കാര്യം കൂടി അതിൽ വ്യക്തമായി എടുത്തു പറഞ്ഞത്, തങ്ങളുടെ പരമോന്നത നേതാവ് അദ്ദേഹം തന്റെ ഓഫീസിൽ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾ നടത്തുന്നതിനിടയിലായിരുന്നു ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് എന്നുള്ള ഒരു വിവരം കൂടി ഇറാൻ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുള്ള ഒരു മറുപടിയാണ്. തങ്ങളുടെ പരമോന്നത നേതാവിന് നേരെ ആക്രമണം ഉണ്ടായിട്ടും അദ്ദേഹം ഒരിടത്തും ഒളിവിൽ പോയിട്ടില്ല, ഭയന്ന് ഒളിച്ചോടിയിട്ടില്ല. അദ്ദേഹം തന്റെ ഓഫീസിൽ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് എന്നാണ് ഇറാന്റെ ഔദ്യോഗിക ഭരണകൂടം വ്യക്തമാക്കിയ കാര്യം. വൈകാതെ തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ IRGCയുടെ ഔദ്യോഗിക പ്രസ്താവന, ഔദ്യോഗിക ദുഃഖാചരണം കൂടി പുറത്തു വരുന്നു. IRGC വളരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചത്. IRGC പറഞ്ഞത്, നമുക്ക് ഒരു മഹാനായ നേതാവിനെ നഷ്ടപ്പെട്ടു, അദ്ദേഹത്തെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു, അദ്ദേഹത്തിന്റെ
ആത്മാവിന്റെ വിശുദ്ധിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ശക്തിയും കാര്യങ്ങളിലെ സമർത്ഥതയും പിന്നെ അഹങ്കാരികളായിട്ടുള്ള വിദേശികളായിട്ടുള്ള ഭരണാധികാരികളെ നേരിടാനുള്ള ധൈര്യം, ദൈവത്തിന്റെ പാതയിലെ ജിഹാദ് എന്നിവയുടെ കാര്യത്തിൽ അതുല്യനായിട്ടുള്ള ഒരു നേതാവിനെയാണ് നഷ്ടമായത് എന്നായിരുന്നു ഇറാനിലെ റവല്യൂഷണറി ഗാർഡിന്റെ ഔദ്യോഗിക പ്രസ്താവന. മാത്രമല്ല അവർ പറഞ്ഞിരുന്നു ഇതിന് തക്കതായിട്ടുള്ള തിരിച്ചടി ശത്രുക്കൾക്ക് നൽകും, ശക്തമായിട്ടുള്ള തിരിച്ചടി. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ബേസുകൾ ഇതുവരെ ദർശിക്കാത്ത രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും തങ്ങൾ നൽകാൻ പോകുന്നതെന്ന് ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കി. അതുമാത്രമല്ല ഇറാനിൽ 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു, 7 ദിവസത്തെ ഔദ്യോഗിക അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിന് ശേഷം വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതികരണങ്ങളാണ് ടെഹ്റാനിൽ മാത്രം, ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ മാത്രം നമുക്ക് ദർശിക്കാൻ സാധിച്ചത്. ആദ്യം അദ്ദേഹത്തിനെതിരെ ഒരു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പ്രതിഷേധം ഇപ്പോൾ ആഴ്ചകൾക്ക് മുൻപേ ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുള്ള റിയാക്ഷനാണ് ആദ്യം വന്നത്. ഇവർ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്നു. നിരവധി ഫ്ലെക്സുകളും ബാനറുകളും ഏന്തി അദ്ദേഹത്തിന്റെ മരണം ആഘോഷിക്കുന്ന ഒരു നിലപാടുണ്ടാകുന്നു. മാത്രമല്ല US-ലും വലിയ തരത്തിലുള്ള ആഘോഷങ്ങൾ വരുന്നു. ട്രംപ് തന്നെ തൻ്റെ ട്രൂ സോഷ്യൽ വഴി ഷെയർ ചെയ്തിരുന്നു ലോസ് ആഞ്ചലസിൽ അടക്കമുള്ള ആഘോഷങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ US-ലുള്ള ഇറാനിയൻ ജനതയും ആഘോഷങ്ങളിൽ ഏർപ്പെടുന്നു. മാത്രമല്ല പക്ഷേ അധികം വൈകാതെ തന്നെ ഇറാനിൽ ഉള്ള യാഥാസ്ഥികമായിട്ടുള്ള സമൂഹം അവർ ഈ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു. തെരുവോരങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഇക്കാര്യത്തിൽ അരങ്ങേറി എന്നുള്ളത് എടുത്ത് സൂചിപ്പിക്കണം. ശരി, അജയ് സൂചിപ്പിച്ചതാണ് സാഹചര്യം. എന്തായാലും ലോകരാജ്യങ്ങളെല്ലാം ശ്രദ്ധ പശ്ചിമേഷ്യയിലേക്കാണ്, ഈ നീക്കങ്ങളിലേക്കാണ് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ദൗത്യം വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക ദൗത്യമാണിപ്പോൾ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നിർവഹിക്കുന്നത്. നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നതാണ് തിരിച്ചടിക്കുമെന്ന്, അത് ആ രീതിയിൽ തന്നെ സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. രഘുനാഥ്, മുൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രഘുനാഥ്, യഥാർത്ഥത്തിൽ ഇറാനുമേൽ വലിയ രീതിയിലുള്ള സൈനിക ശേഷി പ്രയോഗിക്കാൻ കഴിയുന്ന രാജ്യമാണ് അമേരിക്കയും ഇസ്രയേലും. ഒരു തർക്കവുമില്ല കാര്യത്തിൽ, സൈനിക ശക്തിയിൽ അവർ തന്നെയാണ് മുന്നിൽ. ഇത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ട് ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന് അറിഞ്ഞിട്ടും ഇറാൻ ഇത്തരമൊരു തിരിച്ചടി യഥാർത്ഥത്തിൽ അറിയാതെ പോയതാണോ? എന്ത് തരത്തിലുള്ള ഒരു സൈനിക പ്രയോഗമാണ്? 30 ബോംബുകൾ തങ്ങൾ അവിടെ വർഷിച്ചു എന്ന കാര്യം അമേരിക്ക തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ അത്തരം ഒരു സൈനിക നീക്കമാണ് നടത്തിയെന്ന കാര്യത്തിൽ എന്ത് സൈനിക നീക്കമാണ് യഥാർത്ഥത്തിൽ അയത്തുള്ള ഖമേനിയുടെ ജീവൻ എടുത്തത്? ഇറാന്റെ ഒരു ചെറിയൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ബേസിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്ക ഇറാന്റെ ആണവായുധ ശേഖരങ്ങൾ നശിപ്പിക്കാനായിട്ട് GBU-57 എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. അപ്പൊ അത് ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടും അവർക്ക് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ ആണവായുധങ്ങളെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കാനോ സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഈ അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന്റെ കഴിവുകളെ ഇറാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. പക്ഷെ ഇവിടെ നടത്തിയ നീക്കം എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്ലാൻഡ് ആയിട്ടുള്ള, അപ്പൊ അന്ന് അമേരിക്ക പെട്ടെന്ന് കയറി നടത്തിയ ഒരു ആക്രമണമായിരുന്നു ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ. പക്ഷെ ഇവിടെ ഖമേനി എന്ന് പറയുന്നത് അവർക്ക് നിർബന്ധമായിട്ട് നേരത്തെ മുതൽ ഇവരുടെ ടാർഗറ്റാണ്. നാളുകളായിട്ട് ഇവർ സിഗ്നൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടും സാറ്റലൈറ്റ് മാപ്പിംഗ് ഉപയോഗിച്ചിട്ടും അതുപോലെയുള്ള സകലമാന സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് ഖമേനിയുടെ സകല നീക്കങ്ങളെയും ഇവർ നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു മാസങ്ങളായിട്ട്. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം വർഷങ്ങളായിട്ട് തന്നെ ഇവർ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരുന്നത്. അത് മാത്രമല്ല, ഇറാന്റെ നേരത്തെ തന്നെ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇറാന്റെ സൈനിക മേധാവിത്വത്തിന്റെ ഉള്ളിൽ പോലും ഇസ്രായേലി ചാരന്മാർ ധാരാളമായിട്ടുണ്ട്. അതായത് അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഇവര് ചാരന്മാരായിട്ട് വെച്ചിട്ട് അവിടുത്തെ ഓരോ നീക്കങ്ങൾ ഇവർക്ക് നേരത്തെ കൂട്ടി അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.